ഒരാളെ നമ്മളിപ്പോൾ കൊണ്ടുവരും. ഹായ്ഡാ, എനിക്ക് നിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം ഒരു വലിയ രഹസ്യത്തെ പറ്റിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും അധികം പഠിക്കുന്ന കലാകായിക മത്സരങ്ങളിലൊക്കെ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള കലാതിലകമായിട്ടുള്ള സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കണ്ണിൽ ഉണ്ണിയായിട്ട് ഞങ്ങളോട് പറയും ദേ നോക്കി പഠിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള നീ സിനിമയിലെത്തിയപ്പോൾ അവിടെയും പുരസ്കാരങ്ങൾ നേടിയെടുക്കുകയും എല്ലാവരുടെയും ബാലാമണിയായി മാറുകയും ചെയ്തു. ഇപ്പോൾ കല്യാണശേഷം സായിബാബയുടെ അമ്മയായിട്ടും ഒരു നല്ല വൈഫായിട്ടും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏതൊരു കാലഘട്ടത്തിലും നീ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിരുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം? പക്ഷെ അവൾ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞു ക്യാമറയിൽ, എന്നിട്ട് പറഞ്ഞു ഇത് കൊടുത്തേക്കരുത്, നവിയായിട്ട് പണം കണ്ടുപോയി. ആകെപ്പാടെയുള്ള കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ ചേട്ടാ. വാശി പിടിച്ചതിനകലെ ഇപ്പോൾ ഇവിടെ കൊടുക്കും. ഞാൻ പ്ലേ ചെയ്തു, അവരൊക്കെ എന്ത് തെറ്റ് പറഞ്ഞു. ഞാൻ ഇവരോടൊക്കെ തന്നെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ 2 പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും, നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചാൽ പോലും കുറച്ച് ദിവസം പിണങ്ങിയിരിക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങളെ മറക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. അവരും കൂടി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അതുകൊണ്ട് തന്നെ, കാരണം ഞാൻ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. അവരെ ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പോലും അതിനെ വെറും ഒരു തെറ്റായിട്ട് മാത്രം അംഗീകരിക്കാൻ എനിക്ക് പറ്റും എന്നുള്ളതുകൊണ്ട് എന്നെ വിഷമിപ്പിച്ചാൽ പോലും എനിക്കതൊരു വിഷയമല്ല. അതുകൊണ്ട് ഇനി അവൾ എന്ത് തന്നെ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞു എന്ന് പറഞ്ഞാലും അതൊന്നും എന്നെ വിഷമിപ്പിക്കത്തില്ല, ഒന്നും പറയത്തില്ല. മദർ തെരേസയുടെ ന്യൂ ഫോമുല യോ യോ മദർ തെരേസ.